This is what I will do if I got diagnosed with PCOD today. Hi, I am Janshni. I'm a hormonal health dietitian and fitness trainer. I have been working with women who have hormonal imbalances for the past 5 years. PCOD ഡയഗ്നോസ് ചെയ്ത് ഇനി എന്ത് എന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. PCOD ഡയഗ്നോസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് കൂടുതലും തരിക ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ആണ്. പക്ഷേ മിക്ക ആളുകൾക്കും ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് എടുക്കേണ്ടതായിട്ടുള്ള ഒരു സിവിയറിറ്റി ഉണ്ടാവുകയില്ല. ഇത് എടുക്കുന്നത് വഴി ഒരുപാട് സൈഡ് എഫക്ട്സ് വരും. ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ തരാതിരിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഈ പില്ലൊന്നും ഇല്ലാതെ തന്നെ നാച്ചുറലി ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ വഴി നിങ്ങൾക്ക് PCOD എന്ന് പറയുന്ന കണ്ടീഷനെ മാനേജ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വളരെ ന്യൂ ആയിട്ടുള്ള ഒരു ചാനലാണിത്. അതുകൊണ്ട് തന്നെ PCOD റിലേറ്റഡ് ആയിട്ടും ഹോർമോണൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും വിമൻ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ എൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സിങ് മൈ ഡയറ്റ് എന്നുള്ളത് തന്നെ ആയിരിക്കും. ഡയറ്റ് ഫിക്സ് ചെയ്യുക എന്ന് പറയുമ്പം എനിക്ക് ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു ക്രാഷ് ഡയറ്റോ അല്ലെങ്കിൽ 10 കിലോ ഒരു മാസം കൊണ്ട് കുറച്ച് തരാം എന്ന് പറഞ്ഞു വരുന്ന ഒരു തരത്തിലുള്ള ഡയറ്റിലോട്ടും നിങ്ങൾ പോകരുത്. കാരണം വെയിറ്റ് ലോസ് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് PCODക്ക് ഒരു സൊല്യൂഷൻ കിട്ടില്ല. എങ്ങനെയെങ്കിലും വെയിറ്റ് ലോസ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളുടെ ബോഡീനെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നറിഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡയറ്റ് ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലേറ്റിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു 30 to 35% കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും ബാക്കി ഒരു 25 to 30% ഫൈബർ, അതേപോലെ തന്നെ 25 to 30% പ്രോട്ടീനും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ബിഗിനിങ്ങിൽ ഇങ്ങനെ ഒരു പ്രൊപ്പോർഷൻ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അത്യാവശ്യം ഫുള്ളും ആവും. നിങ്ങൾ വിശന്നിരിക്കേണ്ട ഒരു അവസ്ഥ വരെയല്ല, എന്നാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുകയും ചെയ്യും. ബ്ലഡ് ഷുഗർ സ്പൈക്കായിട്ട് വരുന്ന ഇഷ്യൂസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെ PCODയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനും പറ്റും. മാത്രമല്ല നിങ്ങളുടെ എനർജി ലെവൽസൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഇൻറ്റു 40 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ലിറ്റർ അല്ലെങ്കിൽ എത്ര ml വാട്ടറാണ് ഡെയിലി നിർബന്ധമായിട്ടും എടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. പിന്നെ ദിവസം 2 ഫ്രൂട്ട്സ് എങ്കിലും എടുക്കാൻ വേണ്ടി നോക്കുക. ഒരു 4-5 വെജിറ്റബിൾസ് എങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് വർക്കൗട്ട് റൊട്ടീൻ എന്ന് പറയുന്നത്. ഞാൻ പലയിടത്തും ആഡ്സൊക്കെ കണ്ടിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്യാതെ തടി കുറച്ച് തരാം, അല്ലെങ്കിൽ ഇന്നത് മാത്രം, ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തടി കുറയും എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഹെൽത്തി ആണോ? അല്ലെങ്കിൽ വർക്കൗട്ട് എന്നുള്ളതിൻ്റെ ഉദ്ദേശം തടി കുറക്കുക എന്നുള്ളത് മാത്രമാണോ? അല്ല. നമ്മൾ ഓരോ തവണ ഫുഡ് കഴിക്കുമ്പോഴും നമ്മുടെ ബോഡിക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫുഡ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്ലൂക്കോസിനെ വേർതിരിച്ചെടുക്കണം. അതൊരു കൈൻഡ് ഓഫ് വയലൻറ്റ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിൻ്റെ എൻഡ് നമ്മളുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ആവും. ഒരു നെഗറ്റീവ് ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ആവുന്നു. അത് വേറൊരു മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു ഫ്രീ റാഡിക്കലായിട്ട് മാറും. അപ്പം ഈ ഫ്രീ റാഡിക്കൽസ് കൂടി കഴിയുമ്പോഴാണ് ജനറ്റിക് മ്യൂട്ടേഷൻ വരുന്നതും അതുപോലെ ഒരുപാട് കണ്ടീഷൻ, ക്യാൻസർ അടക്കമുള്ള പല കണ്ടീഷൻസും ഈ ഫ്രീ റാഡിക്കൽസ് കൂടുമ്പോൾ വരും. അപ്പോൾ എന്ത് വില കൊടുത്തും ഈ ഫ്രീ റാഡിക്കൽസിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലായിട്ട് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിലോട്ടും എത്തിക്കുക എന്നുള്ളത്. കാരണം ഓക്സിജൻ ഒരു സ്പഞ്ച് പോലെ പോയിട്ട് ഈ ഫ്രീ റാഡിക്കൽസിനെ ഇങ്ങനെ ഒപ്പിയെടുത്ത് റിമൂവ് ചെയ്യും. അപ്പം സം ഹൗ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് അവർ ബോഡി ഈസ് ഗെറ്റിംഗ് ഇന്നഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. ആൻഡ് അത് എത്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഇഫക്റ്റീവ് വേ എന്ന് പറയുന്നത് എന്താണ്? വർക്കിംഗ് ഔട്ട് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന ഏതൊരു മനുഷ്യനും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് വർക്കിംഗ് ഔട്ട് അല്ലെങ്കിൽ ബീങ് ആക്റ്റീവ് എന്നുള്ളത്. അതങ്ങനെ തടിയുള്ളവർ, തടി കൂട്ടാനുള്ളവർ മാത്രമോ അല്ലെങ്കിൽ തടി കുറക്കാനുള്ളവർ മാത്രമോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനുള്ളവർ മാത്രമോ ചെയ്യേണ്ട ഒരു സംഭവമല്ല വർക്കിംഗ് ഔട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്കൗട്ട് റൊട്ടീൻ ഫോളോ ചെയ്യുക. സ്ട്രെങ്ത് ട്രെയിനിങ് നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. PCOD ഉള്ള ആളുകൾക്ക് വളരെ ബെനഫിഷ്യലാണ്. അതിനെ പറ്റിയിട്ടും ഞാൻ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. മൂന്നാമത്തെ കാര്യം, ഈ ഒരു കാര്യം കറക്റ്റ് അല്ലാണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡയറ്റ് നോക്കിയിട്ടോ കാര്യമില്ല. കാരണം നമ്മളുടെ ബോഡീൻ്റെ റിപ്പയറിങ് നടക്കണമെങ്കിൽ നമ്മളിത് ചെയ്തേ പറ്റൂ. വേറെ ഒന്നുമല്ല, സ്ലീപ്പ് എന്നുള്ളതാണ്. നല്ല സ്ലീപ്പ് കിട്ടുക എന്നുള്ളത് നമ്മുടെ ബോഡീൻ്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ബോഡീൻ്റെ റിപ്പയറിങ് പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ
നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഒരു 7 to 8 hours എങ്കിലും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ സ്ലീപ്പിൻ്റെ ടൈം പേഴ്സൺ ടു പേഴ്സൺ, കണ്ടീഷൻ ടു കണ്ടീഷൻ ഡിഫർ ചെയ്യും. ചില കണ്ടീഷൻസ് ഉള്ളവർക്ക് കൂടുതൽ ഉറക്കം വേണ്ടി വരും. പിന്നെ കമ്പാരിറ്റീവ്ലി ആണുങ്ങളെക്കാളും പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടി സ്ലീപ്പിൻ്റെ നീഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഉറങ്ങുന്ന സമയം കോംപ്രമൈസ് ചെയ്തിട്ട് വേറൊരു പരിപാടിക്കും പോവാതിരിക്കുക. ബിക്കോസ് നിങ്ങളുടെ ഒരു ഫുൾ ഡേ നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് അതിന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾ ഉറങ്ങുന്ന സമയം. സോ ആ റെസ്റ്റ് അവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി പ്രോപ്പറായിട്ട് പിന്നെ വർക്ക് ചെയ്യില്ല, റിപ്പയറിങ് പ്രോസസ്സസ് ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ്. ഐ നോ ഞാൻ ഫാൻസി ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പലപ്പോഴും ഞാൻ എൻ്റെ ക്ലയൻസിൽ കാണാറുള്ള ഒരു സിറ്റുവേഷനാണിത്. ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഒന്നും കറക്റ്റ് ആവില്ല. അത് കറക്റ്റ് ആവാതെ നമ്മൾ അതിന് മുകളിലോട്ട് എന്ത് ബിൽഡ് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് കറക്റ്റ് യുവർ ഫൗണ്ടേഷൻ ഫസ്റ്റ്. അപ്പോൾ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.